നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏഴേക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. വലിയൊരു ഇടിവുള്ള ഒരു ദിവസമാണ് ഇന്നലെ നമ്മളെ കാത്തിരുന്നത്. ഇന്നലെ ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഏകദേശം ഒരു 150 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിഫ്റ്റി ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 500 പോയിൻറ്റിൻ്റെ ഒരു ഫോളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. സമാനമായ രീതിയിൽ ഇന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ട് എന്നുള്ളതാണ് ചെറിയ രീതിയിൽ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വക. ഈ ഒരു ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യണം. ഇന്നലത്തെ പോലെ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യാതിരിക്കരുത്. ആസ് ഓഫ് നൗ നിഫ്റ്റിയിൽ ഒരു 50 പോയിൻറ്റിൻ്റെ മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ്, US മാർക്കറ്റ് ശാന്തമായ രീതിയിൽ തന്നെ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നെറ്റ്ഫ്ലിക്സിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് US നിന്ന് വന്ന് വളരെ നല്ലൊരു റിസൾട്ട് ആയതുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി പ്രീ മാർക്കറ്റിൽ ഒരു 8% ഒരു അപ്സൈഡ് ഉണ്ട്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. ആദ്യം FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരുടെ ഷോർട്ട് പൊസിഷൻ 53%, ലോങ് പൊസിഷൻ 47%. നിഫ്റ്റി കാണാം യെസ്റ്റർഡേ ക്ലോസിൽ നിന്ന് ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു ഉയർച്ച നമുക്കിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഗ്ലോബൽ മാർക്കറ്റാണ്. ഏറ്റവും താഴെ നോക്കാം, US വിക്സ് ഇന്നലെ 8% ഒരു ഫോൾ ഉണ്ടായി 11 എന്ന നിലയിൽ എത്തി നിൽക്കുന്നുണ്ട്. നാസ്ഡാക്ക് 65 പോയിൻറ്റിൻ്റെ ഒരു ഗെയിനോട് കൂടിയിട്ട് ക്ലോസ് ചെയ്തു. ഡോ ജോൺസ് ഏകദേശം ഒരു 0.5% മാത്രം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് 7.5% സ്പൈക്ക് ഉണ്ടായി 14.8 നിൽപ്പ്. ഇന്ത്യ വിക്സ് 40,000 താഴെ പോയി 39,965 എന്ന നിലയിൽ നിൽക്കുന്നുണ്ട്. റഷ്യൻ മാർക്കറ്റ് ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ, UK മാർക്കറ്റും ജർമ്മൻ മാർക്കറ്റും ഫ്രാൻസ് മാർക്കറ്റും എല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ സ്ലൈറ്റ്ലി നെഗറ്റീവോട് കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു ഉണർവ് കാണുന്നില്ല. ഗോൾഡ് $2,027 പെർ ഔൺസ് നിലയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഡോക്ടർ റെഡ്ഡി മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. റിലയൻസ് GDRൽ ഇന്നലെ 1.5% അടുത്ത് ഫോളായി. HDFC ബാങ്ക് 4% അടുത്ത് ഫോളായി. പക്ഷെ അത് ഇന്നലെ നമ്മളുടെ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇടിവ് അഡ്ജസ്റ്റ് ചെയ്തതാകാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്താലാണ് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. USലെ ടെക്നോളജി കമ്പനീസ് എല്ലാം തന്നെ ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് മാത്രമല്ല, ഏറ്റവും താഴെ നെറ്റ്ഫ്ലിക്സ് കാണാം. എക്സ്റ്റൻഡ് ഹവേഴ്സിൽ 9% റാലിയിലാണ് നെറ്റ്ഫ്ലിക്സ് നിൽപ്പ്. നല്ലൊരു റിസൾട്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ വന്നു. ഇനി ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് പ്രധാനമായിട്ടും ഇന്ന് US നിന്ന് മാനുഫാക്ചറിങ് PMI 8:15 രാത്രി 8:15 PM വരും. അതുപോലെ തന്നെ ജർമ്മനിയിലെ മാനുഫാക്ചറിങ് PMI 2 മണിക്ക് വരും. UKയിലെ സർവീസ് PMI 3 മണിക്ക് വരും. ജർമ്മനിയിലെ മാനുഫാക്ചറിങ് PMI ആണ് നമ്മുടെ മാർക്കറ്റിനെ ഇന്നത്തെ ദിവസം ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് സാധ്യത. പക്ഷേ ഇന്ന് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് വരുന്ന USലെ മാനുഫാക്ചറിങ് PMI 8:15 രാത്രി വരുന്ന ആ ഒരു ഡേറ്റ റിഫ്ലക്റ്റ് ആവും. സമയം ഞാൻ ഇനി മെൻഷൻ ചെയ്യാം. ഇത് നമ്മുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ FNO ബാൻ റിസൾട്ട് കലണ്ടറുകളെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് നോക്കാം. സ്റ്റോക്കിൻ ന്യൂസിൽ ആദ്യമായിട്ട് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ന്യൂസാണ്. ഇത് ഫെവിക്കോൾ നിർമ്മാതാക്കളാണ്. രാജ്യത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള ഫെവിക്കോൾ നിർമ്മാതാക്കളാണ്, ഫെവിക്വിക് നിർമ്മാതാക്കളാണ്. അതുമാത്രമല്ല അഡ്ഹസീവ് ആയിട്ടുള്ള മറ്റ് ഇൻഡസ്ട്രിയൽ അഡ്ഹസീവ് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നിർമ്മിക്കുന്ന കമ്പനിയാണ് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്. നെറ്റ് പ്രോഫിറ്റ് 66% ഉയർന്ന് 510 കോടി രൂപ കരസ്ഥമാക്കി. യുണൈറ്റഡ് സ്പിരിറ്റ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 63% ഉയർന്ന് 350 കോടി രൂപ. ആൽക്കഹോളിക് കമ്പനിയാണ് യുണൈറ്റഡ് സ്പിരിറ്റ്സ്. ഹാവൽസ് ഇന്ത്യ, ഹോം അപ്ലയൻസ് മേക്കേഴ്സ് ആയിട്ടുള്ള ഹാവൽസ് ഇന്ത്യ 288 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 284 കോടി രൂപ. ഫ്ലാറ്റായ രീതിയിൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഇൻഡസ് ടവർ, എയർടെലിൻ്റെയും ഐഡിയയുടെ എല്ലാം തന്നെ ടവറുകളെല്ലാം തന്നെ സെറ്റപ്പ് ചെയ്യുന്ന ഇൻഡസ് ടവർ നെറ്റ് പ്രോഫിറ്റ് 1540 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 6% ഉയർച്ച കൈവരിച്ചു. MGL മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 84% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് അവർ 317 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. JSW എനർജി കമ്പനി 28% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 231 കോടി രൂപ കരസ്ഥമാക്കി. ലോയിഡ് എൻ്റർപ്രൈസസ് കമ്പനി 59 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 7 കോടി രൂപയായിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത്. ഹിറ്റാച്ചി എനർജി 22 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. കഴിഞ്ഞ ഇയറിൽ 4 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്.
CNDLM 18 കോടി രൂപ കരസ്ഥമാക്കി. കഴിഞ്ഞ തവണ 5 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. കുപ്പിഡ് പ്രമുഖ ക്വാണ്ടം നിർമ്മാതാക്കളായിട്ടുള്ള കുപ്പിഡ് അവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നുണ്ട്. 1:1 റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ കൂടുതൽ ലിക്വിഡിറ്റി വരും, സ്റ്റോക്കിൻ്റെ വില കുറയും, പകുതിയായിട്ട് കുറയും 1:1. അപ്പോൾ കൂടുതൽ ആളുകൾ ബൈ ചെയ്യാനായിട്ട് താല്പര്യപ്പെടും, ലിക്വിഡിറ്റി ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റുള്ള ന്യൂസുകൾ മാർക്കറ്റ് സമയത്ത് ടെലഗ്രാം ചാനലുണ്ട്, സെർച്ച് ചെയ്യേണ്ട ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു, ബൈ ഓൾ.